ഹലോ, ഗുഡ് മോർണിംഗ്. ഫജറുന്നിസ മാം ജോയിൻ ചെയ്തിട്ടില്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫജറുന്നിസ മാമിനെ കാണുന്നില്ലല്ലോ ഇതിൽ. ജോയിൻ ചെയ്തിട്ടില്ലേ ആള്? എന്ത് പറ്റിയാണാവോ? രാവിലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം ഉണ്ടല്ലേ? മ്യൂട്ടാണ് മാം. ജോയിൻ ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി. കാണാലോ അല്ലെ? കാണാം. കേൾക്കുകയും ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലേ? അപ്പം ഞാൻ നോക്കട്ടെ. എന്നില്ല, ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പെട്ടെന്നൊരു മരിപ്പുണ്ടായേ. അപ്പോ ഞാൻ കഴിയുന്നതും വേഗം തീർത്തിട്ട് ഞാൻ ഇറങ്ങൂല. പക്ഷെ വീഡിയോ സൗണ്ട് ഓഫ് ആക്കും. എനിക്ക് 6:30 മുമ്പേ ഇറങ്ങണം വീട്ടിൽ നിന്ന്. അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ എങ്ങനെയാണ് പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല അപ്പോ മാം. ഓക്കെ. ഞാനൊന്ന് ഫോണൊന്ന് സ്റ്റാൻഡിൽ വെച്ചോട്ടെ. ഓക്കെ മാം, റെക്കോർഡിങ് ഓൺ ചെയ്യാം. പൊസിഷൻ ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലെ? കറക്റ്റ് ആണ് മാം, കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡിങ് ഓൺ ആണോ? റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ. ഞാനത് ഫസ്റ്റ് തന്നെ ഓൺ ആക്കും, ചിലപ്പോ മറന്നാലോന്ന് വെച്ചിട്ടേ. അത് ശരി. ആയിക്കോട്ടെ. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ഫജറുന്നിസ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് എവരിബഡി. എന്റെ പേര് ഫജറുന്നിസ എന്നാണ്. ഞാൻ മോർണിംഗ് സർക്കിളിൽ ആദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ഒരാളിനെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാവർക്കും സൗജന്യമായി നൽകുന്നതും എന്നാൽ ഒരു ചിലവും അല്ലെങ്കിൽ ഒരു നഷ്ടവും നമുക്ക് ഉണ്ടാകാതെ നമുക്ക് ലാഭം മാത്രം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അതെന്താണ് എന്ന് അറിയാമോ? പുഞ്ചിരിയാണോ മാം? യെസ്, അതെ. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളുടെ ചിരിയെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവർക്കും ചിരിക്കാൻ അറിയുന്നവരാണല്ലോ അല്ലെ? എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അപ്പോ ചിരിയുടെ ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോ എല്ലാവരും റെഡി ആണല്ലോ? അപ്പോ നമ്മളുടെ ചിരി എന്ന് പറയുന്നത് മനസ്സിന്റെ നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് മനസ്സിനെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെ പോലും പ്രകാശപൂർണമാക്കുകയും ചെയ്യും അല്ലെ? എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണ്. സന്തോഷം തരുന്ന ഒരു ഏർപ്പാടാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ് എന്നാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ദാനമാണ്. അപ്പോ നമ്മൾക്ക് ഒരു ചെലവുമില്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാനും മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ കഴിഞ്ഞാൽ നമ്മൾക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടാകും. അപ്പോ ചിരിയുടെ ചരിത്രം ഒന്ന് നോക്കാം. എന്ന് മുതൽക്കാണ് നമ്മൾ ചിരിക്കാൻ തുടങ്ങിയത്? ജീവനുള്ള കാലം തൊട്ടേ, ആദ്യം തൊട്ടേ. അതെ. അപ്പൊ ഈ ശാസ്ത്രലോകം വിലയിരുത്തുന്നത് മനുഷ്യർ
ഉണ്ടായ കാലം മുതൽ തന്നെ ചിരിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യ സമയത്തൊക്കെ ചിരി എന്ന് പറയുന്ന നമ്മൾ ഇന്നത്തെ പോലെയുള്ള ചിരി ആയിരുന്നില്ല. കുറെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു. അതായത് മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിരിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ്. അത് നമ്മൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. കുഞ്ഞുങ്ങള് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചിരിച്ചു തുടങ്ങുമല്ലോ, അല്ലേ? അപ്പൊ ആദിമ മനുഷ്യന്മാർ അങ്ങനെയായിരുന്നു. സംസാരിക്കാൻ കുറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ അവർ ആശയവിനിമയം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഈ ചിരിച്ചുകൊണ്ടായിരുന്നു. സന്തോഷ അവസ്ഥകൾ, അതായത് അവർക്ക് ഏതെങ്കിലും ഒരു താമസ സൗകര്യം കിട്ടുക, അതല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുക, അങ്ങനെ അവർ പരസ്പരം ആശയങ്ങൾ, സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ഈ ചിരിയിലൂടെ ആയിരുന്നു. അത് ആദ്യമൊക്കെ ഒരു ശബ്ദം മാത്രമായിരുന്നു, പിന്നീടാണ് ഇന്നത്തെ ചിരിയിലേക്ക് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പണ്ട് കാലത്ത് ഓരോ അതിജീവനങ്ങൾ, ആദിമ മനുഷ്യർ ഓരോ അതിജീവനങ്ങൾ നടത്തുമ്പോഴും, അതല്ലെങ്കിൽ ഒരു വന്യമൃഗങ്ങളോ ഒക്കെ ആയിട്ട് ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോ ഈ ചിരി കൊണ്ടാണ് അവർ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത്. അതായത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നാല് പരസ്പരം അവർ ചിരിച്ച് അത് കൺവേ ചെയ്യും, ആ സന്തോഷം അവരുടെ. അതുപോലെ ഏതെങ്കിലും ഭക്ഷണ സാധനം ഒരാൾക്ക് കിട്ടിയാല് അവർ ഈ ചിരിയിലൂടെ ആയിരുന്നു ഇത് കിട്ടിയ കാര്യം അറിയിക്കുന്നത്. അതായിരുന്നു മനുഷ്യര് ആദ്യകാലത്ത് തന്നെ കാണിച്ചിരുന്നത്. പിന്നീടാണ് ഇങ്ങനെ ഈ ചുണ്ട് വിടർത്തിയുള്ള ചിരിയും ഈ ശബ്ദവും, ഇന്നത്തെ കാലത്തുള്ള ശബ്ദവും ഉണ്ടായി വന്നത്. ഇനി മനുഷ്യർക്ക് മാത്രമാണോ ചിരിക്കാനുള്ള കഴിവ്, അതോ മറ്റു ജീവജാലങ്ങൾക്ക് ചിരിക്കാനുള്ള കഴിവുണ്ടോ? നമ്മൾക്കിടയിൽ കഴിവുണ്ട്. കഴിവുണ്ട്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യരുടെ ചിരി പോലെയുള്ള ചിരി മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ല എന്നാണ്. എന്നാൽ പ്രിമേറ്റ്സുകളായ നമ്മളുടെ കുരങ്ങ് വർഗത്തിൽപ്പെട്ട ചിമ്പാൻസി, ഗോറില്ല, അങ്ങനെയുള്ളതുണ്ടല്ലോ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ ജീവികൾ, ആ കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികൾ ആദിമ മനുഷ്യർ ചിരിച്ചിരുന്നത് പോലെ, അതായത് അതിന് ഗ്രിന്നിങ് എന്നാണ് പറയുക, ഈ പല്ലിങ്ങനെ ഇന്നിങ്ങനെ കാണിക്കുന്ന ആ ഒരു ചിരി, അതിനെ നമ്മളുടെ ചിരിയുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മൃഗങ്ങൾ കളിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ ആദിമ മനുഷ്യർ ചിരിക്കുന്നതിന് സമാനമായി അന്ന് അവർ പുറപ്പെടുവിച്ചിരുന്ന ചില സൗണ്ടുകൾ ഇന്നത്തെ ചില മൃഗങ്ങളിൽ, അതായത് എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലും, അതുപോലെ ഡോൾഫിൻ കളിക്കുമ്പോഴും, ആനക്കുട്ടികൾ വെള്ളത്തിലൊക്കെ കുളിക്കുകയും അതിങ്ങനെ കളിച്ച് സന്തോഷം പ്രകടിക്കുമ്പോഴും ഇതുപോലെയുള്ള, അതായത് മനുഷ്യർ ചിരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾക്ക് സമാനമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഈ നമ്മളുടെ ഇന്ന് കാലത്തെ ഈ ചിരി ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോ. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ വർഷവും മെയ് ഫസ്റ്റ് സൺഡേ ലോക ചിരി ദിനമായിട്ട്, വേൾഡ് ലാഫ്റ്റർ ഡേ ആയി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഡോക്ടർ, ചിരി യോഗ പ്രസ്ഥാനത്തിന്റെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മദൻ കത്താരി, അദ്ദേഹമാണ് 1998 മെയ് 10 അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, ചിരി യോഗ ക്ലബ്ബ്. അങ്ങനെ അത് പിന്നീട് ഈ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ഈ മെയ് മാസത്തിൽ ഒരു ദിവസം മീൻസ് ആദ്യം വരുന്ന ഞായറാഴ്ചയാണ് അതിനായി നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വേൾഡ് ലാഫ്റ്റർ ഡേ ഉണ്ടായത്. അപ്പോ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ചിരിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന്. അതായത് ഒരു വ്യക്തിയെ എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ സമാധാനപരമായ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ചിരിക്ക് കഴിയും
എന്ന ഒരു ഈ ചിരി എന്ന് പറയുന്നത് ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു വികാരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഈ ചിരി എത്രമാത്രം എഫേർട്ട് എടുത്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതല്ലെങ്കിൽ അതിന് നമ്മൾ എത്ര എനർജി ചെലവാക്കേണ്ടി വരും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുമോ? അപ്പോ അതിന്റെ പിന്നിലെ സയൻസ് നമുക്കൊന്ന് നോക്കാം. നാം ഒരു പ്രാവശ്യം ഒന്ന് പുഞ്ചിരിക്കുമ്പോ ഏകദേശം 17 മസിലുകളാണ് നാം ഉപയോഗിക്കപ്പെടുന്നത്, മുഖത്തുള്ള മസിലുകൾ. അതേസമയം നമ്മൾ മറ്റു ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെടാനാണെങ്കിൽ, മുഖം ചുളിക്കാനാണെങ്കിൽ ഒക്കെ നമ്മളുടെ മസിലുകളിൽ തന്നെ, മുഖത്തെ മസിലുകളുടെ 43 മസിലുകൾ അതിനായി ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കരയാനാണെങ്കിൽ ഇതിലും കൂടുതൽ മസിലുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത്. അതായത് 43 മുതൽ 50 വരെ മസിലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഈ കരയുക എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഒരു വികാരമാണ്. അപ്പൊ മാത്രമല്ല, കണ്ണിലെയും പുരികത്തെയും വായുടെയും താടിയുടെയും ഒക്കെ നമ്മളുടെ തൊണ്ടയും ഉപയോഗിച്ചിട്ടാണ് കരയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുത്തെ ഒക്കെ മസിലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോ ശാരീരികമായും മാനസികമായും വലിയ എനർജി ഒന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ വലിയ എഫേർട്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ് ചിരിക്കുക എന്ന് പറയുന്നത്, അല്ലേ? വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ശരിക്കും ഒരുപാട് ചിരിക്കുന്നവരാണോ? നമുക്ക് ചിരിക്കാൻ മടിയാണല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ എപ്പോഴും കൂടുതലായി ചിരിക്കുന്നവരാണ് വലിയവരെക്കാളും. മുതിർന്ന ആളുകളെക്കാളും കൂടുതലായി കുട്ടികൾ ചിരിക്കാറുണ്ട്. അതായത് ഒരു ദിവസം 400 പ്രാവശ്യം വരെ കുട്ടികൾ ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കുട്ടികൾ വളരുന്നതനുസരിച്ച്, നമ്മളൊക്കെ കുഞ്ഞിലെ 400 പ്രാവശ്യമൊക്കെ ചിരിച്ചിട്ടുണ്ടാകും. പിന്നീട് വളരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ചിരി കുറഞ്ഞു വരികയും നമ്മൾ മുതിർന്നു വരുമ്പോ ആ ചിരികൾ 15 മുതൽ 25 വരെ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒട്ടും ചിരിക്കാത്തവരും ഉണ്ടാകും, അല്ലെ? ചില ആളുകൾ നമ്മൾ പറയില്ലേ, അയ്യോ ഇയാളെ ചിരിച്ച് കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. ഈ വർഷത്തിലൊരിക്കലാണ് ഈ ജീരകം പൂക്കുക. ചില ആളുകൾ ചിരിക്കുമ്പോൾ നമ്മൾ പറയും, ജീരകം പൂത്തു എന്ന്. അതായത് ചിലപ്പോൾ 12 വർഷത്തിലൊരിക്കലാവും ചിരിക്കുക. അപ്പോ ചിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചിരി നമ്മുടെ മുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത്? എവിടേക്കാണ് ഈ ചിരി പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിരിക്കാൻ, വലിയ മനുഷ്യരെ എപ്പോഴും ചിരിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? വികാരവുമായിട്ട് ബന്ധപ്പെട്ടിരിപ്പുണ്ട്. അത് കൂടാതെ പിന്നെ പേഴ്സണാലിറ്റിയുടെ ഒരു ചിലര് ചിരിക്കില്ല, ചിരി കുറവാണ്, പേഴ്സണാലിറ്റിയുമായിട്ടും കണക്റ്റഡ് ആണ്. പൊതുവേ നമ്മൾ നമ്മളെ വളർത്തുമ്പോൾ ഈ ഒരുപാട് ചിരിക്കുന്നത് എന്തോ ഒരു മോശം പരിപാടിയാണെന്നുള്ളൊരു അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള്. താങ്ക് യു സർ, താങ്ക് യു മാം. അതായത് നമ്മള് ചില ആളുകൾ പറയും ഇന്ന് ചിരിച്ചാൽ നാളെ കരയും, അല്ലെ? ചിരിക്കാൻ പാടില്ല, അധികം സന്തോഷിച്ചാല് ആപത്താണ്. അങ്ങനെ ഞാൻ കോളേജിലൊക്കെ വെച്ച് ചിരിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ലിജി. അവള് എപ്പോഴും പറയും, നിന്റെ കൂടെ നിന്ന് ചിരിച്ച് ഞാൻ വീട്ടിൽ പോയാൽ കരയും, ഉറപ്പാണ് എന്ന് പറയും. എന്നിട്ട് ഞാൻ പിറ്റേന്ന് വരുമ്പോ ചോദിക്കും കേട്ടോ, നീ ഇന്നലെ കരഞ്ഞോ വീട്ടിൽ പോയിട്ട് എന്ന്. അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഒരു എന്താണ് ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ട് മാറി. ചിരിക്കാൻ പാടില്ല, ചിരിക്കുന്നത് തെറ്റായ എന്തോ ഒരു കാര്യമാണ് എന്ന ഒരു ചിന്തയാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്, അല്ലേ?
അപ്പോ നമ്മൾ ശരിക്കും അതിന് പല കാരണങ്ങളുണ്ടാകും. അതായത് നമ്മൾ വളർന്നു വരുമ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് തീരും. അതിനനുസരിച്ച് നമ്മൾക്ക് സ്ട്രെസ് കൂടും അല്ലേ? അപ്പൊ സ്ട്രെസ് കൂടുമ്പം എന്താ ചെയ്യുക? നമ്മളുടെ ബോഡിയിൽ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ, സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകും. ഈ ഹോർമോൺസ് എന്ത് ചെയ്യും? സന്തോഷം നൽകുന്ന കെമിക്കലുകളെ സപ്രസ് ചെയ്ത് അവിടെ കിടത്തും. പിന്നെ പൊതുവേ ആളുകൾ പറയും, ഓ ഗൗരവമായിട്ടിരുന്നാലാണ് ആളുകളുടെയൊക്കെ ബഹുമാനം കിട്ടുക. ഒരു ഓഫീസിലൊക്കെ പോയാല് ബോസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ചിരിക്കാനൊന്നും പാടില്ല, ഭയങ്കര ഗൗരവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടൂ എന്ന ഒരു ധാരണ. അപ്പോ അല്ലെങ്കിൽ വലിയ ആളായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരു തരം ചൈൽഡിഷ് ആണല്ലോ ചിരി എന്ന് പറയുന്നത്. അപ്പം അയാൾ എന്താണ്, കുട്ടിക്കളി കളിക്കുകയാണോ, ഇങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ എന്ന് ഒരു തോട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ അത് മാത്രല്ല, ഞാൻ ചിരിച്ചാല് ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ ചിരിക്കുന്നത് ശരിയാണോ അല്ലേ? അങ്ങനെ നമ്മൾ പൊതുവെ ഏത് കാര്യവും അങ്ങനെയാണല്ലോ, നമ്മൾ മറ്റുള്ളവരെ പേടിച്ചും പല വിധത്തിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചിരിക്കാൻ മറന്നു പോവുകയാണ് നമ്മൾ. 400 പ്രാവശ്യം ചിരിച്ചിരുന്ന നമ്മള് അങ്ങനെ മറന്ന് അല്ലെങ്കിൽ ബോധപൂർവം ചിരിക്കണ്ട എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയാണോ? അങ്ങനെയാണോ വേണ്ടത്? ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ, ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് പഴയ ആളുകൾ പറഞ്ഞത് വെറുതെ അല്ല, അതിന്റെ പിറകിൽ സയൻസ് ഉണ്ട്, ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതായത് നമ്മള് ഒരു ചിലവും കുറവില്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു മരുന്നാണ് ചിരി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം ചിരിക്കാൻ. അപ്പൊ ഈ കാര്യമില്ലാതെ ചിരിക്കുന്നവരെ നമ്മൾ എന്താണ് പറയാ? വട്ടാണെന്ന് പറയല്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പൊ നമ്മൾ വട്ടാനാവാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മള് ശരിക്കും ചിരിക്കാൻ മറന്നു പോയിരിക്കുന്നു. അതല്ലെങ്കിൽ ബോധപൂർവം ചിരി എന്ന ഒരു വികാരത്തെ ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ ബോധപൂർവം ഒഴിവാക്കും. കിട്ടുന്ന സമയം നമ്മൾ സ്ക്രീനിലേക്ക് പോകും അല്ലെ? അങ്ങനെയാണ്. അപ്പോ ശരിക്കും ഈ ബോധം നമ്മൾ വട്ടന്മാർ എന്ന് വിളിച്ചിരുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. കാര്യം അവർ ബോധപൂർവം ഒരു കാരണം ഇല്ലെങ്കിൽ പോലും ചിരിക്കുകയായിരുന്നു. ചിരിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് എന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രവാചകന്മാര് ചിരിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ലാബ് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ നമുക്കിനി ചിരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ ചിരിക്ക് മാനസികവും ശാരീരികവുമായ നിരവധി ഗുണങ്ങളുണ്ട്. ചിരി പ്രകൃതിദത്തമായ ഒരു വേദനാ സംഹാരിയാണ്. ഏത് പ്രതിസന്ധിയിലും ചിരിക്കുക എന്ന് പറയുന്നത് ഒരു അപാര കഴിവാണല്ലേ? ചില ആളുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, നമ്മൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ. അത് മാത്രമല്ല, ചിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? അപ്പോ ആ ചിരിക്കുന്ന ആളിന് മാത്രമല്ല സന്തോഷം കിട്ടുക, ചിരി കാണുന്ന, അതായത് ചിരി പടരും എന്നാണ് പറയുന്നത്. നമ്മൾ ഒരാളെ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കും ചിരി വരുമല്ലോ. അപ്പൊ നമ്മൾ ചിരിക്കുമ്പോ നമ്മളുടെ ബ്രെയിൻ വലിയ ഒരു കെമിക്കൽ ഫാക്ടറി ആയി മാറും. അപ്പൊ ഇതുകൊണ്ട് എന്താണ് നമ്മൾ സാധാരണ പറയാറുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഡോസ് എന്ന് പറയുന്നത്, അതായത് ഡോപാമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. അപ്പോ സാധാരണ നമ്മൾ ഈ ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണം, ഓക്സിറ്റോസിൻ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രവൃത്തി, അങ്ങനെ പല പ്രവൃത്തികളിലൂടെയാണ് ഇത് ഓരോന്നും പ്രകടിപ്പിക്കുന്നത്. ഇത് 4 കൂട്ടുകാരാണ് നമ്മളുടെ. ഈ 4 കൂട്ടുകാരും ഒരുമിച്ച് നമ്മളുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചിരിച്ചാൽ മതി.
അപ്പൊ നമ്മൾ ചിരിക്കുമ്പോ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോള് പേടിച്ചോടും എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ അത്രയും നാൾ സപ്രസ് ചെയ്ത് വെച്ചേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്ട്രെസ് ഹോർമോൺസ് വന്നിട്ട് ഈ ഹാപ്പി ഹോർമോൺസിനെ, ഹാപ്പി കെമിക്കൽസിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയോ. പക്ഷെ നേരെ തിരിച്ച് ഇതാണ് നമ്മൾ പറയില്ലേ രാവിലെ ഈ പിശാചുക്കളെ കാണുമ്പോ പട്ടി പേടിച്ചോടുന്ന്. അതുപോലെയാണ് നമ്മൾ ചിരിക്കുമ്പോ സ്ട്രെസ് ഹോർമോൺസ് ശരിക്കും പേടിച്ചോടും. പിന്നെ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതിനനുസരിച്ച് നമ്മളുടെ ഹാർട്ട് ബീറ്റൊക്കെ നോർമലായിട്ട് പോവുകയും BP കുറയുകയും ചെയ്യും. അങ്ങനെ ഹാർട്ട് ഹാപ്പി ആകും. അതുപോലെ തന്നെ ചിരി എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ഒരു വ്യായാമം കൂടിയാണ്. അപ്പൊ ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഒരു ദിവസം 10 മുതൽ 15 മിനിറ്റ് വരെ ചിരിക്കുന്ന ആളുകളില് 40ഓളം കലോറി കത്തിച്ച് കളയാൻ പറ്റും എന്നാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ജിമ്മിൽ പോകുന്ന പുരുഷന്മാരൊക്കെ വേണമെങ്കിൽ കുറെ സമയം ചിരിച്ചാ മതി. പക്ഷെ മസിലുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോ മസിലുകൾ ഉണ്ടാകുമായിരിക്കും, അറിയില്ല. പക്ഷെ എന്നാലും വെയിറ്റ് കുറയാൻ ഇതൊരു കാരണമാകും എന്നാണ്. നമ്മൾ കഴിക്കുന്ന കലോറിയിൽ നിന്ന് 40 കലോറി വരെ ചിരിക്കാനായിട്ട് ചെലവായി പോകുമല്ലോ. അപ്പൊ അത്രയും ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇതിങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് ഓർമ്മശക്തി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മെമ്മറി, പിന്നെ നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരുപാട് ഇതുകൾ ഉണ്ടാകുന്നു. കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ, നമ്മൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തികൾ സ്പീഡപ്പ് ആകാനും, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് സ്പീഡപ്പ് ആകാനും നന്നാകും. അതുപോലെ കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ സ്ട്രെയിൻ കുറയും. അതുപോലെ കണ്ണ് എപ്പോഴും നല്ല നനവുള്ളതായിരിക്കും. പിന്നെ ഡ്രൈ ഐ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അതിനെ കുറയ്ക്കാൻ നമ്മളുടെ ചിരി കൊണ്ട് സാധ്യമാകും. ഇതുപോലെ ഒരുപാട് എടുത്തു പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനൊരു 10ഓളം ഇത് തന്നെ ഇങ്ങനെ കണ്ടു ഓരോ റിസർച്ചുകൾ ചെയ്തപ്പോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കുലുങ്ങി ചിരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ വയറിലെ പേശികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതെല്ലാത്തിലും ഉപരി നമ്മൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഈ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളുടെ ഈ ചിരി ഇങ്ങനെ വിടർന്ന് ചിരിക്കുക. അത് ഫേക്ക് ആയിട്ട് നമ്മൾ മനഃപൂർവ്വം ചിരി വന്നിട്ടല്ല ചിരിക്കുന്നത്. നന്നായിട്ട് സ്ട്രെസ് വരുന്ന ഒരാൾക്ക് അത് പരീക്ഷിച്ചു നോക്കാം. നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇങ്ങനെ ചിരിക്കുക, ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ചിരിയാണ് അത്. ജോക്കർ സ്മൈൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ജോക്കർ സ്മൈൽ ചെയ്യുമ്പോൾ ബ്രെയിനിന് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. എന്താണ് ഇത്, അവിടെ യഥാർത്ഥ ചിരിയാണോ അതല്ല ഇത് പ്ലാസ്റ്റിക് ചിരിയാണോ എന്ന് ബ്രെയിനിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും ബ്രെയിനിന് പറ്റും നമ്മൾ ഹാപ്പിയാണ് എന്ന് തിരിച്ചറിയുകയും അത് അപ്പോൾ തന്നെ ഈ ഹാപ്പി കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയും പെട്ടെന്ന് തന്നെ സ്ട്രെസ് റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളെ നോക്കി ചിരിക്കുമ്പോൾ അവർക്കും ചിരി ഉണ്ടാകും. അതാണ് ഈ ഓക്സിറ്റോസിൻ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കൽ ഒരു കുഞ്ഞ് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടി അവളുടെ അമ്മയോട് പറയും, അമ്മ ഈ ലോകം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. അപ്പോ അമ്മ ചോദിക്കും, അതെന്ത് പറ്റി മോൾ അങ്ങനെ പറയാൻ എന്ന് ചോദിക്കുമ്പം ആ കുട്ടി പറയുന്നത്, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ നോക്കി ചിരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോ അമ്മ പറയും, ഇനി മോള് നാളെ പുറത്തു പോകുമ്പോ മോള് അവരെ നോക്കി ചിരിക്കണം എന്ന് പറയും. അപ്പൊ അത് സമ്മതിച്ചിട്ട് കുട്ടി പിറ്റേന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ കുട്ടി പറയും, അമ്മേ ഈ ലോകം വളരെ നല്ലതാണ്, എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ചു, അപ്പൊ അതെങ്ങനെയാണ് ചിരിച്ചത്? മോള് അങ്ങോട്ട് ചിരിച്ചു കാണിച്ചു. അപ്പൊ നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോ, ഇനി എത്ര ശത്രുവാണെങ്കിലും ശരി, നമ്മളെ നോക്കി
അവർ ചിരിക്കും അല്ലേ? അപ്പോ നമ്മള് 400 പ്രാവശ്യം ചിരിച്ചുകൊണ്ടിരുന്ന ആ ചിരി നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആ ചിരി നമ്മൾ വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിരി ഇത്ര വലിയൊരു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര വലിയൊരു ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുമെന്ന്? എനിക്ക് തന്നെ ഒരുപാട് ഇതുകളുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ 10ഓളം പറയാം എന്ന് വിചാരിക്കാൻ ഇങ്ങനെ ഇരിക്കുക. സമയമായോ? അപ്പൊ ഇരിക്കുകയായിരുന്നു. അപ്പോ നമുക്ക് മറ്റുള്ളവരെ കളിയാക്കിയൊന്നും ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റുള്ളവരെ നോക്കി അവരോടൊപ്പം ചേർന്ന് ചിരിക്കാം. അപ്പോ ഇത്രയുമൊക്കെ ഗുണങ്ങളുള്ള ചിരിയെ നമ്മൾക്ക് എന്തുകൊണ്ട് വീണ്ടും നമ്മുടെ സന്തത സഹചാരിയാക്കിക്കൂടാ? ചിരി കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ചിരി ഞാൻ പറഞ്ഞല്ലോ ഒരു ആന്റിബയോട്ടിക് ആണ്. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. TA സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെൽസ് ഉണ്ട്. അത് ബോഡിയിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിരിക്ക് സാധിക്കും. അതായത് നമ്മുടെ എൻഡോർഫിനൊക്കെ കൂടുന്നത് കൊണ്ട് ഈ T സെൽസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോ പറഞ്ഞു വന്നാല് ആയുസ് കൂടുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രതിരോധ ശക്തി കൂടുമ്പോ ചിരിക്കുന്നവർക്ക് രോഗത്തെ അതിജീവിക്കാനും കഴിയും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ക്യാൻസർ സർവൈവർ ആണ് അവള്. അപ്പൊ അവൾ എപ്പോഴും പറയും പുഞ്ചിരിയോടെ ക്യാൻസറിനെ നേരിട്ടാല്, ഡോക്ടർ ആണ് പറഞ്ഞത്, പുഞ്ചിരിയോടെ ക്യാൻസറിനെ നേരിട്ടാല് ക്യാൻസർ നമ്മൾക്ക് കീഴടങ്ങുമെന്ന്. അപ്പോ അതുകൊണ്ട് തന്നെ ചിരിയെ പ്രൊമോട്ട് ചെയ്യുക, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മളുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കും. നമ്മൾക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റും. മറ്റുള്ളവരുമായി സന്തോഷിക്കാനും എല്ലാത്തിനും ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കൂ. അപ്പോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ചിരിക്കുക. ശരിക്കും നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ ഇരുന്നൊന്ന് ചിരിക്കുക. എല്ലാരും വീഡിയോ മോഡിൽ വന്നിട്ട് ഒന്ന് ചിരിച്ചാല് നല്ലതായിരിക്കും. അപ്പോ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ വീഡിയോ ഓഫ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളൂ. എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവേണ്ടതുണ്ട്. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിമ്പിളിനും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മാം. ഇന്നത്തെ പ്രഭാതം ചിരിമയമാക്കി തീർത്തതിന് ഒത്തിരി സന്തോഷം. ഈ ചിരിയുടെ ഒരു കഥ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഒരു ആള് റെയിൽവേ ട്രാക്കില് മരിക്കാനായിട്ട് പോയ വഴിക്ക് ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കുട്ടി. ആ കുട്ടി ഇയാളെ നോക്കി, പുള്ളി ഭയങ്കര സ്ട്രെസ്സിലും ഭയങ്കര വിഷമത്തിലും, ഇനി എനിക്ക് എന്റെ ജീവിതം വേണ്ടാന്നും പറഞ്ഞ് പോയ ആളാ. പക്ഷെ ആ സൈഡിൽ ഇരുന്ന ആ കുട്ടി ഒന്ന് ചിരിച്ചു കാണിച്ചപ്പം പുള്ളിക്കും വലിയൊരു പരിവർത്തനം ഉണ്ടായി മനസ്സിൽ. പുള്ളി ഓർത്ത്, ഇതുപോലെ എന്റെ മകളും വീട്ടില് ഉണ്ടല്ലോ, അവളുടെ ചിരി പോലെ ഉണ്ട് ഈ ചിരി. അത് പുള്ളിയെ മനസ്സ് മാറ്റി പുള്ളി തിരിച്ചു പോയി എന്നാ പറയുന്നത്. നടന്ന കഥയാന്നാ പറയുന്നത്. സോ ചിരിക്ക് വലിയ പവർ. കുഞ്ഞുങ്ങളുടെ ചിരി കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നില്ലേ? അതെ, നിഷ്കളങ്കമായ ചിരിയാണല്ലോ. അതാ. അപ്പൊ അതിന് ചിരിക്ക് നല്ല പവർ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒത്തിരി നല്ലതായിട്ട് അങ്ങ് ചിരിക്കുമ്പോഴത്തേന് ചിരിയും കരച്ചിലുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം കണ്ണിക്കൂടെ വെള്ളം വരും. ചിരിച്ച് കരഞ്ഞു പോയി എന്ന് പറയാറില്ലേ? ഗ്ലാൻസ് ഉത്തേജിക്കപ്പെടും. അതാണ് നമ്മൾ ചിരിച്ച് കരഞ്ഞു എന്ന് പറയുന്നത്. അതാ, അങ്ങനെ സംഭവിക്കാണ്. പിന്നെ ഈ ചിരിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് എല്ലാരും കേട്ടിട്ടുള്ളതായിരിക്കും. വേറൊരു കാര്യം ചെയ്യുന്നത് നമ്മള് ചെയ്തു നോക്കിയാൽ വളരെ നല്ല പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്ത് കാണിക്കാം. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് മീ ദെൻ ഐ വിൽ ബി ഗുഡ്. സോ നമ്മൾ ആദ്യമേ റിപ്പീറ്റ് ചെയ്താൽ മതി. അതാണ് ഈ യോഗ തെറാപ്പിയിലൊക്കെ റൈറ്റ് ചെയ്ത് അപ്പൊ നമ്മളെല്ലാരും പൊട്ടിച്ചിരിച്ചു പോകും. അപ്പൊ അത് പ്രയോജനമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെയാണെങ്കിലും ഇരിക്കുമ്പം ചെയ്താൽ ആ ചിരി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. എനിക്ക് നല്ല പ്രയോജനമുള്ള സെഷൻ ആയിരുന്നു. ചിരിയുടെ ഇമ്പോർട്ടൻസും
ചിരിയുടെ സയൻസും ഒക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയാം. ചന്ദ്ര മാമിനെയും സൂസൻ മാമിനെയും ബിന്ദു മാമിനെയും ഒക്കെ എനിക്കറിയാം. സ്ഥിരമായി ഇതില് റൌ സാറ്. അപ്പൊ ഞാനിത് കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. ഞാൻ കണ്ടായിരുന്നു ട്രെയിന് ഒരു സെഷൻ എടുത്തില്ലേ ട്രെയിനിങ്ങിന്റെ, ഞാനത് കണ്ടായിരുന്നു. മാം ഞാൻ ഫസ്റ്റ് ടൈമാണ് വിമ്പിളിന്, ഇന്നലെയാണ് ജോയിൻ ആയത്. ഞാൻ ഹൈഫിലിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. മാം ഹലോ മാം ഗുഡ് മോർണിംഗ്. രാവിലെ നല്ലൊരു സെഷനായിട്ട് നല്ലൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വന്നു. നന്നായിരുന്നു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. വളരെ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് ആയിരുന്നു. മാം നല്ലോണം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ബട്ട് ഏറ്റവും മാം പറയുന്നുണ്ട് വെരി നൈസ് ഡേ ടു സ്റ്റാർട്ട് വിത്ത്. ബട്ട് റിയൽ ലൈഫ് നമ്മളെ തടസ്സപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിച്ചാലും നടക്കണില്ല. എന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ കംപ്ലൈന്റ് ഇതാണ്. ഞാൻ ചിരിക്കില്ല, സ്മൈൽ ചെയ്യില്ല. മേ ബി മാം പറയുമ്പോൾ എനിക്ക് ഫീൽ ആയത് ബിക്കോസ് നമ്മളുടെ ലൈഫിന്റെ ഒരു സ്ട്രഗിളും തോട്ട് പ്രോസസ്സും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ചിരിനെ കൺട്രോൾ ചെയ്ത് പോവാണ്. പിന്നെ ബേസിക്കലി എളുപ്പത്തിൽ കറിയും. ഇപ്പൊ ഒരു ചെറുതായിട്ട് ഇപ്പൊ ഒരു ഇതിലും ആരെങ്കിലും സംസാരിക്കുമ്പോഴും സെന്റിമെന്റൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കരച്ചിൽ വരും, ചിരി അത്ര എളുപ്പത്തിൽ വരില്ല. അപ്പൊ മാം പറയണ മാതിരി മാക്സിമം ട്രൈ ചെയ്യാ. മാം പറയണ എനിക്ക് വളരെ ഇംപ്രസീവ് ആയത് ആ ഡോസ് പറഞ്ഞിട്ടും ഈ ചിരി നമ്മളുടെ സ്ട്രെസ്സിനെ അടിച്ച് അമർത്തും എന്നുള്ളത്. സോ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഐ ട്രൈ മൈ ബെസ്റ്റ് മാം. താങ്ക് യു മാം. വെരി നൈസ് സെഷൻ. വലിയൊരു പ്രവൃത്തി ചെയ്യാൻ, ആക്ടിവിറ്റി ചെയ്യാൻ എടുക്കുന്ന അതേ എനർജിയും എഫേർട്ടും വേണം കരച്ചിലിനാണ്. മാം തിയറിയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ അലോവേ ചെയ്യില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, പക്ഷെ ചില സമയത്ത് ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ബട്ട് എന്നെയോ മാം ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ചെയ്ത സ്ഥിതിക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോ? ഡിഫിക്കൾട്ട്. താങ്ക് യു മാം. എനിവേ താങ്ക് യു മാം. മാമിന് എപ്പോഴും ചിരിക്കാൻ കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയും മാം, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. സോറി സർ. തിങ് ഈസ്, ഞാൻ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ ചിരിക്കില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ പോകുമ്പോൾ ചിരിക്കും, എന്റെ കൊളീഗ്സിന്റെ ഇടയിൽ പോകുമ്പോൾ ചിരിക്കും എന്നുള്ള രീതിയിലും കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഈ വീട്ടിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവല്ലോ. ഈ പണി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞാൽ ജോലിക്ക് പോകണം. ഒരു മേ ബി ദാറ്റ് ഈസ് ദ റീസൺ ആവാം എന്നുള്ളതും അനലൈസ് ചെയ്യുമ്പോൾ മാം ഈ ഓരോ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സെൽഫ് അനലൈസിങ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ ആയിരിക്കാം, ഇതൊക്കെ റീസൺസ് ആയിരിക്കാം എന്നുള്ളത്. എനിവേ ട്രൈ ചെയ്യാം മാം. മാം ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ചന്ദ്ര മാം പറഞ്ഞത് കറക്റ്റ് ആട്ടാ. കൊളീജിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ കൂടെ ജോലി ചെയ്ത ആ സാറ് പറയും ഞാൻ വീട്ടിൽ ചെന്നാൽ ഈ ചിരി ഒന്നും ഉണ്ടാവില്ല എന്ന്. അപ്പൊ ഞാൻ സാറിനെ വഴക്ക് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് അന്ന് സാർ പറഞ്ഞതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെ, അല്ലെങ്കിൽ പിന്നെ ഒരു ബഹുമാനം ഒന്നും ഉണ്ടാവില്ല. വൈഫിനാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി, നമ്മൾ ചിരിച്ചോണ്ടിരുന്നാല് അവര് നമ്മുടെ തോളിൽ കയറും. അതുകൊണ്ട് ഞാൻ ഒത്തിരി വെയിറ്റ് ഇട്ടൊക്കെ നിൽക്കും, മസിലൊക്കെ പിടിച്ച്. അതാണ് പ്രായമായവരെന്ന് പറഞ്ഞാലേ അവര് ഒരുപാട് മെച്ചൂരിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നത്. പ്രാരാബ്ദങ്ങൾക്കിടയിൽ മുഴുകി ചിരിക്കാൻ മറന്നുപോയവരാണ് അവര്. എന്റെ അച്ഛനൊക്കെ ഞാൻ ചെറുപ്പത്തിലൊന്നും ചിരി കണ്ടിട്ടില്ല. എന്റെ അച്ഛനൊന്നും ചെറുപ്പത്തിലൊന്നും ചിരി കണ്ടില്ല. പക്ഷെ ഇപ്പൊ അടിപൊളിയായിട്ട് കുട്ടികളായിട്ടൊക്കെ നന്നായിട്ട് ചിരിച്ചൊക്കെ നല്ല രീതിയിൽ ഹാപ്പിയാണ്.
അൻസാർ സാർ, അതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ലൈഫിലെ ഈ സ്ട്രഗിളില്ലേ, ഈ സ്ട്രഗിളിന്റെ ഇടയിൽ നമ്മൾ മുഴുകി പോവാണ്. പിന്നെ തോന്നാണ് റിയൽ ലൈഫ് വേറെയാണ്. പക്ഷെ ഞാൻ ചിരിച്ചു പറഞ്ഞാൽ ഞാൻ ആർട്ടിഫിഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്, ഫേക്ക് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. മേ ബി ഞാൻ റോങ്, അതായിരിക്കാം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ശരിക്കും പറഞ്ഞാലേ ഡിസ്കഷൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ മാതിരി പോയിന്റ്സ് എല്ലാവർക്കും ചിലപ്പോ ഇതുകൊണ്ട് നമ്മളുടെ ഇടയിൽ എന്നെ പോലെ പലരും ഉണ്ടാവുമല്ലോ, അവര് മാറണോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കറക്റ്റാ. ആക്ടിങ് ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നണം എനിക്ക് റിയൽ ലൈഫിനേക്കാളും. നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ലൈഫിൽ. അപ്പൊ നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്തതുപോലെ ആക്ടെങ്കിലും ചെയ്യണം. ഈ ചിരി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഈ നമ്മളെ പെന്നെടുത്തിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചാല് അതാ ഇവിടെ ഇങ്ങനെ വരുമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന അത് എൻഡോർഫിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ചിരിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫേക്ക് ആയിട്ട് ചിരിക്കാൻ ശ്രമിക്കുക, അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ചിരിക്കാൻ പറ്റും. ഈ ജോക്കേഴ്സിന്റെ ഒക്കെ സ്മൈൽ എപ്പോഴും ഇങ്ങനെയാണല്ലോ അവരുടെ മുഖം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ജോക്കർ സ്മൈൽ എന്ന് പറയുന്നത് തന്നെ. ഇത് പക്ഷെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മളുടെ മുഖത്ത് നോക്കി ചിരിച്ചാല് ആ ചിരി ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും. അത് പറയാറില്ലേ, ഉണ്ടാക്കി ചിരിയാന്ന് പറയും. നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോഴത്തേന് തന്നെ ചീസ് എന്ന് പറയാം. അതിങ്ങനെ വരാൻ വേണ്ടിയാണല്ലോ ഈ ചീസ് പറയിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചിലര് ഫോട്ടോ എടുക്കുമ്പോഴും ഭയങ്കര ഗൗരവത്തിൽ മുഖം പിടിച്ചോണ്ടിരിക്കും. അപ്പം ചീസ് എന്തെങ്കിലും പറയുമ്പോ മുഖം ഒന്ന് ചിരിമയമാവും, ചിരിയുടെ ആ ഒരു ആക്ഷൻ വരുമെന്നുള്ള ഇതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. മാം പിന്നെ ഇതിലെ സ്മൈൽ നമുക്ക് ഫേക്ക് ആക്കാം, പക്ഷെ ചിരി എന്ന് പറഞ്ഞാൽ ഫ്രം വിതിൻ വരണം. അത് റിയലി ആ ജോയ്ഫുൾ മൂവ്മെന്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പൊട്ടിച്ചിരിക്കും, നമ്മളുടെ കൺട്രോൾ വിട്ടു പോകും. ശരി, ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് റിയലി മാം. മനഃപൂർവ്വം നമ്മള് ചിരിക്കാനുള്ള സന്ദർഭങ്ങളിലേക്ക് ചെന്ന് പെടുക എന്നുള്ളതാണ്. കുറെയൊക്കെ ചിരിക്കാൻ പറ്റും, റിലാക്സ് ആകാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ കോമഡി കാണാമല്ലോ, കോമഡി കണ്ടാലും നമ്മൾക്ക് ചിരിയും അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ ഏതാണോ? ഇപ്പൊ ചിലപ്പോ ഗാർഡനിങ്, എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്. എനിക്ക് അതിലൊരു പൂ പിടിച്ചാൽ ഞാൻ ആ പൂവിനോടും പറയും, സംസാരിക്കും, ചിരിക്കും ഒക്കെ ചെയ്യും. എൻജോയ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്നെ ചിരിക്കുന്നതിനാണല്ലോ അത് ചെറുപ്പം മുതലേ അത് ശീലിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനോടും കഥ പറയും, കാര്യം പറയും. അത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരോടൊക്കെ പറയും, വിഷമിച്ചിരുന്നാല് കാലാകാലം നമ്മൾക്ക് അതിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ സ്വയം തന്നെ ഒരു മൊമെന്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക ചിരിക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ സർക്കിൾ ഉണ്ടല്ലോ, ഒരു കംഫർട്ട് സോൺ, നമുക്ക് ചിരിക്കാം, തമാശ പറയാം, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഇടത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാം ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും. പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആക്കി നമ്മൾ സ്വയം മാറണം. അല്ലാതെ ചേഞ്ചസ് ഉള്ളിൽ നമ്മൾ മാത്രം ചെയ്യുന്ന. ചുറ്റുമുള്ളവരെല്ലാവരും നെഗറ്റീവാണ്, നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നാൽ എനിക്ക് ഇപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി പോകാം, സ്ത്രീകൾക്കാണെങ്കിൽ അതും പറ്റില്ല. അപ്പൊ നമ്മളുടേതായ ഒരു ലോകം നമ്മളുടെ റൂമിലോ നമ്മുടേതായ ഇടങ്ങളിലോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതെ, ഫജർ നിസമാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ, മനഃപൂർവ്വം അങ്ങനെയുള്ള ഇടത്തേക്ക് സർക്കിളിലേക്ക് പോവാന്നുള്ളതാണ് ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഇപ്പം നമ്മളുടെ ഓരോ ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മളുടെ ട്രെയിനേഴ്സിന്റെ ഇപ്പൊ ഇതിൽ സ്ഥിരമായിട്ടൊക്കെ കയറുന്നവരെ ഞങ്ങളുടെ കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് ഇടക്കിടക്ക് നോക്കും, കാരണം എന്തെങ്കിലും കോമഡി ഒക്കെ അതിലുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് പറയും, പിന്നെ അതിന് തുടർച്ചയായിട്ട് ബാക്കിയുള്ളവർ പറയും. അപ്പൊ നമുക്ക് ചിരിക്കാനൊരു അവസരം കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുകളൊക്കെ എന്തായാലും ഒരൊറ്റ ദിവസം പോലും നോക്കാണ്ടിരിക്കില്ല, ഇടക്കിടക്ക് നോക്കണ ഗ്രൂപ്പുകൾ അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സർക്കിളിലേക്കൊക്കെ പോവാ മാക്സിമം നമ്മൾ ചിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനൊരു മെഡിറ്റേഷൻ കേട്ടിട്ടുണ്ട്, ഹാഫ് സ്മൈൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ഇതന്നെയാണ്,
നമ്മൾ അതിങ്ങനെ മനഃപൂർവ്വം നമ്മൾ ചിരി ഉണ്ടാക്കണതല്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് 2-3 ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മളുടെ ലിപ്പിന്റെ കോർണറുകൾ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക. അത് എന്നിട്ടൊരു ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നാച്ചുറലായിട്ട് ബ്രീത്തിൽ ശ്രദ്ധിക്കുക. നമ്മളുടെ ആ ഒരു ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സ്മൈലിലും ശ്രദ്ധിക്കുക. അങ്ങനെ അതിൽ ശ്രദ്ധിച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുക. അങ്ങനെയൊക്കെ ആ ഒരു മെഡിറ്റേഷനൊക്കെ ഭയങ്കര എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്, ഹാഫ് സ്മൈൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ സാധാരണ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായാലും എപ്പോഴും നമ്മളുടെ ആ ഒരു ലിപ്പിന്റെ 2 കോർണർ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് ലിഫ്റ്റ് ആക്കിയിട്ട് ഇരിക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വിചാരിക്കണം നമ്മൾ ഹാപ്പി ആണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ കുറയുകയും ചെയ്യും, കോർട്ടിസോളൊക്കെ കുറയും. അപ്പൊ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ് വെക്കാനും പറ്റും. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ചിരി കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാം, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ല സജന മാം അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. അയ്യോ, ഞാനിപ്പം കാണിക്കണോ? അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി, ലിപ്പിന്റെ കോർണേഴ്സ് ഇല്ലേ. ഭയങ്കര ഇത് ഹാഫ് സ്മൈൽ മെഡിറ്റേഷൻ എന്നാണ് ഇതിന് അങ്ങനെ പറയുന്നത്. പറയുമ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഞാനൊരു ഫോട്ടോ എടുത്ത് അയക്കാം. മാം അതൊരു വീഡിയോ ആക്കിയിട്ട് അയക്കും ഗ്രൂപ്പിൽ. അയ്യോ ശരി നോക്കട്ടെ. നല്ല സെഷൻ ആയിരുന്നു സജനിസ മാം. താങ്ക് യു സർ. നേരത്തെ അൻസാർ സാർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് നമ്മള് ഈ ചിരിയെ മെച്യൂരിറ്റിയുമായിട്ട് നമ്മൾ എങ്ങനെയോ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ചു വന്നിരിക്കും. ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാല് എല്ലാവരും ഭയങ്കര ഒച്ചത്തിൽ ചിരിക്കും. ആർക്കും അങ്ങനെ ഒരു ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. ഏത് റോളിലാണെങ്കിലും ഒരു ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് ചിരിക്കും. ഓഫീസിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷെ നമ്മളെ മുമ്പത്തെ സർക്കാർ ഓഫീസിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇവരിങ്ങനെ മുഖത്തൊരു ചിരി പോലും ഉണ്ടാവില്ല. ഒട്ടും വെൽക്കമിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ തോന്നില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്കൊന്ന് ചിരി എന്ന് അറിയുന്നത് നമുക്ക് മറ്റുള്ളവരെ വെൽക്കം ചെയ്യാനും കൂടെ ഉള്ള ഒരു ഉപാധിയാണ്. എന്തായാലും എല്ലാവരും ചിരിക്കാൻ പറ്റട്ടെ. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പം അവരോട് ഇങ്ങനെ സ്റ്റഡി ക്ലാസ് കൊടുക്കുമ്പോൾ പറയുമല്ലോ, നമ്മുടെ അപ്പിയറൻസ് അത് ഡ്രസ് കോഡ് മാത്രമല്ല, മുഖത്തെപ്പോഴും ഒരു ഫേസ് ഉണ്ടാവണം. അപ്പൊ ചെന്ന് അങ്ങോട്ട് ഡോർ തുറന്ന് ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുമ്പോ അവരെ നമ്മൾ ഇംപ്രസ് ചെയ്യുകയാണല്ലോ. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോ അപ്പൊ ആ ഒരു ഫേസിൽ ഒരു ചിരി വിടർന്നാല് അത് മറ്റുള്ളവരിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെന്ന് വെച്ചാൽ നമ്മള് ഒപ്പമുള്ള ആള്, അതിപ്പോ ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും ഇത് റിസീവ് ചെയ്യാനും കൂടെ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് ചിരിക്കില്ല. അതാണ് നേരത്തെ സാർ പറഞ്ഞത്. ഓഫീസില് എല്ലാവരും നമ്മൾ ചെയ്യുന്ന ചിരി റിസീവ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ വീട്ടിൽ ചിലപ്പോ അങ്ങനെ ആവണമെന്നില്ല. ഇത് ചൈൽഡിഷ് ആണ്. ഇതെന്താണ് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ മക്കളെ മുമ്പില് പിതാവ് ചിരിച്ചാല് മക്കൾക്ക് വില ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവില്ല. ഇപ്പൊ ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും എപ്പോഴും ചിരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വില ഉണ്ടാവില്ല. അവർ നിങ്ങളെ കണ്ടല്ലേ പഠിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. എന്തായാലും എല്ലാവർക്കും ചിരിക്കാൻ പറ്റട്ടെ. ഒരുപാട് വീഡിയോ ഓൺ ആക്കിയവരൊക്കെ ഒന്ന് ചിരിക്കും. ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ബിന്ദു മാമിന്റെ ചിരി പോരാട്ടെ, കുറച്ചും കൂടി ചിരിക്കണം. സജ്ജന മാഡം, ഞാൻ ഫുൾ ടൈം എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം, എപ്പം നോക്കിയാലും ചിരിച്ചോണ്ട് മാത്രം. അതെന്റെ കോളേജിൽ പറയും, സ്കൂളിൽ പറയും. ഞാൻ ടീച്ചറാണ്, എപ്പോഴും പറയും. എന്നെ എല്ലാവരുടെയും മുൻപിൽ വളരെ സ്ട്രിക്റ്റുമാണ്. അതാണ് എന്റെ ടീച്ചർ. ചന്ദ്രമാമിന്റെ ചിരി പോരാ, ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പോണേ. ചന്ദ്രമാം സൂസൻ മാം. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ പിന്നെ വളരെ ഒരു മനോഹരമായ ട്രെയിനിങ് ആണ് നമ്മളെല്ലാവരും കേട്ടത്. ഇത്രയും കാലം പല ട്രെയിനിങ്ങുകളിലും നമ്മൾ ഇരിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ട്രെയിനിങ് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. യാസിർ മാഡത്തിന് ഞാൻ രാവിലെ തന്നെ എൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. അപ്പോ അതായത്
എന്താണ് നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് ഫജറുനിസ എന്നാണ്. എനിക്ക് മറ്റേ ഐഡിന്ന് കേറാൻ ഇതില് പറ്റാഞ്ഞിട്ടാണേ. അഹമ്മദ് യാസിർ എന്നാ കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ യാസിർ എന്ന് പറഞ്ഞത് മോന്റെ കേട്ടാ. പേരാണ്. നിങ്ങളെ ഇല്ല, ഹസ്ബൻഡിന്റെ ആയിരിക്കും പേരല്ലേ? മകനാണ് ഹസ്ബൻഡിന്റെ മകനാണ് പേരായിരിക്കും അല്ലേ? ഓക്കെ. മകൻ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ പോലത്തെ വലിയ ട്രെയിനർമാരൊക്കെ പേര് ഒന്ന് എഴുതി കാണിക്കണം. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുമ്പോ ആ പേര് ഇനി മുതൽ എഴുതി കാണിക്കണം പ്ലീസ്. ഓക്കെ. അപ്പോ വളരെ മനോഹരമായ ട്രെയിനിങ് ആയിരുന്നു. എന്റെ പേര് ശ്രീശൻ തൈൽ എന്നാണ്. അറിയാം സാർ, സാറിന്റെ വോയിസ് ഞാൻ ദിവസവും കേൾക്കാറുണ്ട്. ഒരു ലാഫിംഗ് ട്രെയിനറും കൂടിയാണ്, പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്. അതായത് ഓക്കെ ഓക്കെ. ഡോക്ടർ മദൻ ഖത്രയുടെ നേരിട്ട് സർട്ടിഫൈഡ് ആയ ഒരു ലാഫർ തെറാപ്പിസ്റ്റ് ആണ്. അപ്പോ ഞാൻ മുമ്പ് ലാഫർ തെറാപ്പി ഓൺലൈനിൽ ചെയ്തിരുന്നു. ഇപ്പം കുറച്ചു കാലമായി തിരക്കുകൾ കാരണം നിർത്തി വെച്ചിരിക്കുകയാണ്. മാഡത്തിന്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയായാലും ഒരു 3 days ട്രെയിനിങ് ഞാൻ ഓൺലൈനിൽ തരുന്നുണ്ട്. ഞാനത് നിങ്ങൾ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ചു വിടാൻ വേണ്ടി തീർച്ചയായും ഞാൻ വരും. അപ്പോ എല്ലാ ദിവസവും രാവിലെ ഞാൻ വരാറുണ്ട്. നമ്മള് പിന്നെ ഗ്രൂപ്പില് രാവിലെ മോർണിംഗ് ആയിട്ടുള്ള ഒരു സെഷനുമായിട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ടോ എന്ന് അറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ് സായിപ്പ് പറഞ്ഞിരിക്കുന്നത്. സ്മൈൽ ഈസ് എ കർവ്, ഇറ്റ് മേക്ക് എവറിത്തിങ് സ്ട്രെയിറ്റ് എന്നാണ്. അതായത് സ്മൈൽ എന്ന് പറയുന്നത് ഒരു കർവാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളെയും നേരെയാക്കുന്നത് ഒരു പുഞ്ചിരിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഇന്നു മുതൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങണം. എന്റെ ക്ലാസ് അടുത്ത ആഴ്ച വരുന്നുണ്ട്, 3 ദിവസത്തെ. അതിൽ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ സാറും സജ്ജന മാഡമായിട്ട് സംസാരിച്ചിട്ട് ഐ ആം ഗോയിങ് ടു ഗിവ് എ ക്ലാസ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓൾസോ. എന്റെ ക്ലാസ് ഓൾറെഡി ഓൺലൈനിൽ വരുന്നു. അപ്പോ എല്ലാവരോടും നന്ദി പറയുന്നു. മാഡത്തോട് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിങ്ങും ഇന്ററാക്റ്റീവുമായ ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ സർ, പറയുന്നത് അവിടെ കേൾക്കുന്നുണ്ടോ? സാറിന്റെ വോയിസ് ലാസ്റ്റ് എത്തിയപ്പോ ഒന്ന് ഓഡിബിൾ? ഞാൻ ഓഡിബിൾ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണ്. ഇപ്പൊ കുഴപ്പമില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ശ്രീശൻ സർ. പിന്നെ ഒരു കാര്യം കൂടെ, ബിന്ദു മാമിനെ അറിയാം, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. കാണാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ സർ, താങ്ക് യു. എല്ലാവർക്കും ഒരു ചിരി നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ. എല്ലാ ചിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. Thank you. Good day to all.